നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 67 ഗോപീഗർവപ്രശമനം. ശ്ലോകം 7. ത്വദാത്മികാസ്തായ യമുനാതടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തഥൈവ മാനാത്വയാ വിയുക്താം ദദൃശുശ്ച രാധാം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ത്വത് ആത്മികാ സ്താ യമുനാ തടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തഥൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ച രാധാം. നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വദാത്മിക ഭാവന കൊണ്ട് അങ്ങു തന്നെയായിത്തീർന്ന താ ആ ഗോപികമാർ യമുനാ തടാന്തേ യമുനാ തീരത്തിൽ തവ അങ്ങയുടെ ചേഷ്ടിതാനി പ്രവൃത്തികളെ അനുചക്രു അനുകരിച്ചു ഭൂയ അപി വീണ്ടും വിജിത്യ അങ്ങയെ ആരാഞ്ഞു തഥാ ഏവ അങ്ങയെ തന്നെ മാനാത് ഗർവം കൊണ്ട് ത്വയ അങ്ങയോട് വിയുക്താം വേർപെട്ടവളായ രാധാം രാധയെ ദദൃശുശ്ച അവർ കാണുകയും ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വത് ആത്മിക താ അത് ചേർത്തിട്ടാണ് ത്വതാത്മികാസ്താ. ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ആത്മിക എന്നുള്ളതിൻ്റെ മാന്ന് ചേർത്തിട്ടാണ് ആത്മികാസ്താ യമുനാ തടാന്തേ തവാനുചക്രു തവ അനുചക്രു അത് ചേർത്തിട്ട് ചൊല്ലുമ്പോൾ തവാനുചക്രു അവിടെ വിസർഗമുണ്ട്. കില ചേഷ്ടിതാനി ഷ്ടി എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വിജിത്യ ഭൂയ അപി ചേർത്തിട്ടാണ് ഭൂയോപി. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തഥാ ഏവ അതാണ് തഥൈവ. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മാനാത് ത്വയാ ചേർത്തിട്ട് മാനാത്വയാ വിയുക്താം കാത്ത എന്നാണ് ഒട്ടും മൂന്നണ്ട വിയുക്താം ദദൃശുശ്ച രാധാം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം, നീട്ടിയിട്ട് മുറുക്കം രാധാം. ത്വദാത്മികാസ്താ യമുനാ തടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തഥൈവ മാനാത്വയാ വിയുക്താം ദദൃശുശ്ച രാധാം. അടുത്തത് 8ാമത്തെ ശ്ലോകം. തതസ്സമം താ വിപിനേ സമന്താ തമോവതാരാവധി മാർഗയന്ത്യ പുനർവിമിശ്രാ യമുനാ തടാന്തേ ഭൃശം വിലേപുശ്ച ജഗുർഗുണാംസ്തേ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തത സമം താ വിപിനേ സമന്താത് തമോവതാരാവധി മാർഗയന്ത്യ പുനർവിമിശ്ര യമുനാ തടാന്തേ ഭൃശം വിലേപുശ്ച ജഗുർ ഗുണാംസ്തേ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. തത പിന്നീട്, താ ആ ഗോപികമാർ, സമം ഒരുമിച്ച്, വിപിനെ കാട്ടിൽ, സമന്താത് ചുറ്റിനും, തമോവതാരാവധി ഇരുട്ടു വരുന്നതുവരെ, മാർഗയന്ത്യ അന്വേഷിക്കുന്നവരായിട്ട്, പുന വീണ്ടും, യമുനാ തടാന്തേ യമുനാ തീരത്തിൽ, വിമിശ്ര ഒന്നിച്ചു കൂടിച്ചേർന്ന്, ഭൃശം വളരെ, വിലേപു കരഞ്ഞു, തേ അങ്ങയുടെ, ഗുണാൻ ഗുണങ്ങളെ, ജഗു ച കീർത്തിക്കുകയും ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തത അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സമം ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ തതസമം താ വിപിനേ സമന്താത് തമോവതാരാവധി.
അത് ചേർത്ത് ചൊല്ലുമ്പോൾ സമന്താത്തമോവതാരാവധി താന്ന് ഡബിളായിട്ട് ചൊല്ലണം. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മാർഗയന്ത്യ അവിടെ വിസർഗം. പുനർ വിമിശ്ര യമുനാ തടാന്തേ ഭൃശം ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിലേപുശ്ച ജഗുർ ഗുണാംസ്തേ അത് ഒന്നിച്ചിട്ട് ആ വാക്ക് ചൊല്ലുമ്പോൾ ഗു എന്നുള്ളത് ഇരട്ടിച്ച് ചൊല്ലണം. ജഗുർ ഗുണാംസ്തേ അങ്ങനെ നിർത്താം. തതസമം താവിപിനേ സമന്താത്തമോവതാരാവധി മാർഗയന്ത്യ പുനർവിമിശ്ര യമുനാ തടാന്തേ ഭൃശം വിലേപുശ്ച ജഗുർഗുണാംസ്തേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.